5 വർഷങ്ങൾക്ക് ശേഷം CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് ജില്ലയുടെ ഒരു സംഘടനാ ചുമതലയിലേക്ക് നേതൃനിരയിലെ ഒരു സംഘടനാ ചുമതലയിലേക്ക് ജി സുധാകരൻ മടങ്ങി വന്നിരിക്കുകയാണ്. അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത്. സർ, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊരു മാറ്റം? കാരണം ഒരുപക്ഷെ ഇപ്പോൾ ജി സുധാകരൻ്റെ ഘടകം ആലപ്പുഴയിലെ ജില്ലാ കോടതി ബ്രാഞ്ചാണ്. അവിടെ നിന്നാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ബ്രാഞ്ച്. അതെ, ജില്ലാ കമ്മിറ്റിക്ക് നേരിട്ട് ഇതുള്ള ബ്രാഞ്ചിലാണ് സാർ ഉള്ളത്. അപ്പോൾ ആ ബ്രാഞ്ചിൽ നിന്നും ഇപ്പോൾ 5 വർഷങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പിൻ്റെ ജില്ലയുടെ മുഴുവൻ ചുമതലയുള്ള 6 അംഗ സമിതിയിലേക്ക് സാർ എത്തിയിരിക്കുന്നു. അല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആലപ്പുഴ ജില്ലയിലെ 9 അസംബ്ലി മണ്ഡലങ്ങളുണ്ട്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ആവിഷ്കരിക്കുകയും പരിശോധിക്കുകയും മുന്നോട്ട് നയിക്കുകയും അങ്ങനെ പരമാവധി വിജയം നേടുകയും ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം പാർട്ടിക്കുള്ളതാണ്. ആ ചുമതല പരിശോധിക്കാനും അതിന് നേതൃത്വം കൊടുക്കാനും ഒരു കോർ കമ്മിറ്റി പോലെ സ്റ്റേറ്റ് കമ്മിറ്റി എല്ലാ ജില്ലകളിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഉള്ളതാണ്. അത് കഴിഞ്ഞാൽ ആ കമ്മിറ്റിയുടെ ആവശ്യമില്ല. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മുഖ്യമന്ത്രിയായിട്ടൊക്കെ ആലോചിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് ഒരു 2 ആഴ്ച മുമ്പ് ജില്ലാ സെക്രട്ടറി നാസർ എന്നെ ടെലിഫോണിൽ വിളിച്ചു പറഞ്ഞു. അങ്ങനെയുള്ള അറിവാണ് എനിക്കുള്ളത്. അതല്ലാതെ വേറെ രേഖാപരമായ ലെറ്ററോ കാര്യങ്ങളോ ഒന്നും ജില്ലാ സെക്രട്ടറി നാസർ നൽകിയിട്ടില്ല. ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പിന്നെ ഏരിയ സെക്രട്ടറിമാരൊക്കെ ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അങ്ങോട്ട് സർക്കിളിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. അതാണ് എനിക്കതേപ്പറ്റി അറിവുള്ളത്. ഞാനിപ്പോൾ അതിനുശേഷം എനിക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റിയ സ്ഥിതി അല്ലല്ലോ. ഈ സർക്കുലർ സാറിന് അയച്ചു തന്നിട്ടില്ല? ഇല്ല, എനിക്ക് അയച്ചു തന്നിട്ടില്ല. ഇല്ല. ഏത് രീതിയിലുള്ള ഒരു മടങ്ങിവരവായിരിക്കും? ഒരുപക്ഷെ ജില്ലാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ പോലും ജി സുധാകരൻ വീട്ടിൽ തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം അത്തരത്തിലൊരു നേരിട്ടുള്ള ക്ഷണമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഒരുപക്ഷെ താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും അത്തരത്തിലൊരു കാലയളവ് കടന്നുപോയത്. അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഈ കാലയളവെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഒരു മാനദണ്ഡം പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി നിശ്ചയിച്ച് ആ മാനദണ്ഡ പ്രകാരമാണ് കുറച്ച് പേര് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായിട്ടുള്ളത്. അതിലൊരാളാണ് ഞാൻ. ആ കൂട്ടത്തിൽ മൊയ്തീനുണ്ട്, AC മൊയ്തീനുണ്ട്, ബാലനുണ്ട്, അങ്ങനെ വേറെ ചില സഹകൾ കൂടിയുണ്ട്. അത് ആ മാനദണ്ഡപ്രകാരം ഒഴിവായതാണ്. അതിന് ശേഷമാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിലുള്ള ബ്രാഞ്ച് കമ്മിറ്റിയിൽ അംഗമായി ഉൾപ്പെടുത്താൻ ഉള്ള തീരുമാനം വന്നത്. ആ ബ്രാഞ്ച് കമ്മിറ്റിയിലെ ഇതുവരെ കൂടി എല്ലാ ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തിച്ചു വരിക. അതാണ്. തെരഞ്ഞെടുപ്പ് കാലയളവിൽ അമ്പലപ്പുഴയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നവമാധ്യമങ്ങളിലടക്കം ജി സുധാകരൻ മത്സരിക്കണമെന്നുള്ള രീതിയിലുള്ള ആവശ്യങ്ങൾ ഉയർത്തപ്പെടുന്നു. അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ സാറിനോടൊപ്പം അന്ന് ഒഴിവാക്കപ്പെട്ട പലരും, അതായത് ടേം വ്യവസ്ഥയിൽ ഒഴിവാക്കപ്പെട്ട പലരും തെരഞ്ഞെടുപ്പിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നു. അത്തരത്തിൽ പാർട്ടി അങ്ങനെ ഒരു മത്സരിക്കാനുള്ള ഒരു കാര്യം മുന്നോട്ട് വെച്ചാൽ എന്തായിരിക്കും പ്രതികരണം? ഇപ്പോൾ പാർട്ടി എന്ന് തീരുമാനിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ എനിക്കറിയാനാവില്ല. കാരണം അങ്ങനൊരു തീരുമാനം എടുത്ത് എന്നെ അറിയിച്ചിട്ടൊന്നുമില്ല. സ്ഥാനാർത്ഥികളെ പറ്റി ഒരു തീരുമാനം എടുത്തിരിക്കാനിടയില്ല, എടുത്തിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടെങ്കിൽ അത് ഔദ്യോഗികമായിട്ട് തന്നെ ആലോചിച്ച് പറയുമല്ലോ. അതായിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഏതായാലും ശരി, ആളുകൾ ഇങ്ങനെ പൊതുവെ അഭിപ്രായം പറയുന്നുണ്ട്. ഇവിടെ വരുന്നവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഞാനതിനൊന്നും തന്നെ ഒരു പ്രത്യേക പ്രാധാന്യം കൽപ്പിച്ചുള്ള നിലപാടുകളൊന്നും വന്നവരോടും പറഞ്ഞിട്ടില്ല. പാർട്ടി തീരുമാനം എടുക്കുന്നതനുസരിച്ചാണ് ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് ഇലക്ഷൻ്റെ കാര്യത്തിലായാലും മറ്റു കാര്യത്തിലായാലും അതുപോലെ തന്നെയുള്ള സമീപനമാണ് ഇനിയും തുടരാൻ പോകുന്നത്. ജി സുധാകരൻ BJP പോകുന്നു, ജി സുധാകരൻ കോൺഗ്രസിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ 5 വർഷത്തിൽ പലതവണ ഈ ഫേസ്ബുക്കിൽ ക്രിമിനൽ സ്വഭാവത്തോടു കൂടി പോസ്റ്റുകളിടുന്ന ഒരു വിഭാഗമുണ്ടല്ലോ. അങ്ങനെ കുറച്ച് ആളുകൾ അമ്പലപ്പുഴ ഭാഗത്തൊക്കെ ഉണ്ട്. അവരൊക്കെ അങ്ങനെ പോസ്റ്റുകളൊക്കെ ഇട്ടിരുന്നു. അങ്ങനെ
പരമാവധി പരിചയസമ്പന്നരായ സഹാക്കളെ BJP-യിലോട്ടും കോൺഗ്രസിലോട്ടും അയക്കുക. അതാണ് നമ്മുടെ ധർമ്മമെന്ന് കരുതുന്ന പാർട്ടിയെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ലാത്ത ചില ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കും. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമല്ല. അപ്പോഴാണ് ഇങ്ങനെ മാധ്യമ വാർത്തകളൊക്കെ പ്രചരിക്കുന്നത്. ഞാൻ അമ്പലപ്പുഴ മത്സരിക്കാൻ പോകുന്നത്. പാർട്ടി അക്കാര്യമൊന്നും തീരുമാനിച്ചായിട്ട് എനിക്കറിവില്ല, തീരുമാനിച്ചറിയിച്ചിട്ടുമില്ല. തീരുമാനം എന്താണോ അതനുസരിച്ച് തന്നെ ആയിരിക്കും മുൻകാലങ്ങളിലെ പോലെ ഇനിയും പ്രവർത്തിക്കുക. ജാതി മതമൊന്നും കളിച്ചാൽ ഇവിടെ ആരും വിജയിക്കത്തില്ല. മതനിരപേക്ഷതയ്ക്കാണ് ഇവിടെ വോട്ട് കിട്ടുന്നത്. പിന്നെ പാർട്ടിക്ക് വേണ്ടി ഈ സ്ഥാനാർത്ഥി എന്ത് ചെയ്തു എന്നുള്ളത്, കാരണം പാർട്ടിക്ക് വേറുള്ള ഒരു ജില്ലയായത്, രക്തസാക്ഷികളുടെ ജില്ലയാണ്. പാർട്ടിക്ക് വേണ്ടി എന്ത് വിയർപ്പൊഴുക്കി, പാർട്ടിക്ക് വേണ്ടി എന്ത് കഷ്ടപ്പെട്ടു ഇതവർ നോക്കും. കാരണം വി.എസ്. അച്യുതാനന്ദനും KR ഗൗരിയമ്മ, R. സുഗതനും CBC വാര്യരൊക്കെ ജയിച്ചു വന്ന ജില്ലയായത്. വലിയ കേരളത്തെ പ്രമുഖരായ നേതാക്കന്മാർ അസംബ്ലിയിലേക്ക് അയച്ച ഒരു ജില്ലയായത് ആലപ്പുഴ. അപ്പോൾ അവർ പാർട്ടിക്ക് വേണ്ടി എന്ത് അധ്വാനിച്ചു, എന്ത് ബുദ്ധിമുട്ടി, തൻ്റെ കാര്യം മാറ്റി വെച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നോക്കിയാൽ വോട്ട് കൂടും. അങ്ങനെയാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ബലത്തിലും അതിനുവേണ്ടി ചെലവഴിച്ച വേർപ്പിനും കൂടെ വോട്ടുണ്ട്. പിന്നെ സമരങ്ങളിലും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇതെല്ലാം നോക്കി ഇവിടെ വോട്ട് വരും ആലപ്പുഴയിൽ. പിന്നെ ഒരിക്കൽ നമ്മൾ മത്സരിച്ചൊരു ഉത്തരവാദ മന്ത്രിയോലും ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തു, വല്ല വികസനം നടത്തിയോ? ഒരുപാട് വികസന ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുവിധം കുറേ കാര്യം ചെയ്തെങ്കിൽ അതിൻ്റെ വോട്ട് വരും. ഇങ്ങനെ പലതരത്തിലുള്ള വോട്ടുകൾ എനിക്ക് വന്നു. അങ്ങനെയാണ് 23,000 എത്തി. അതൊന്നും ഈ അമ്പലപ്പുഴയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു മെജോറിറ്റി ഒന്നും ആർക്കും ഇവിടെ കിട്ടിയിട്ടില്ല ഒരു കാലത്ത്. അത് കൂടുതൽ മെജോറിറ്റി കിട്ടിയതൊന്ന് ഐസക്കിനാണ് അവിടെ. ആലപ്പുഴ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് 30,000 35,000 വോട്ട് അവസാനം ലീഡുണ്ടായിരുന്നു. ബാക്കി എല്ലായിടത്തും കുറവാണ്. ബാക്കി എല്ലായിടത്തും നമ്മളെക്കാൾ കുറവായിരുന്നു. ആ തരത്തിലാണ് മുൻകാല ഇലക്ഷനുകൾ പാർട്ടി തീരുമാനപ്രകാരം മത്സരിച്ച് വിജയിച്ചു. ഈ ഒരു കോർ കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ എന്താണ് ഈ കമ്മിറ്റിയുടെ ഒരു ചുമതല, എന്തൊക്കെ സ്ഥാനനിർണ്ണയം അടക്കമുള്ള കാര്യങ്ങൾ വരും? എന്നോട് അതിൻ്റെ ചുമതലകളെ പറ്റിയൊന്നും നാസർ സംസാരിച്ചില്ല. അത് സംബന്ധിച്ച് ലെറ്ററുകളൊന്നും എഴുതി തന്നിട്ടില്ല. ഇന്ന കാര്യമാണ് അതൊന്നും ആകെ ഫോണിൽ കൂടി പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത്. ഈ അറിയിപ്പിട്ട് വേറെ ആരും എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. ഞാൻ അന്വേഷിക്കാനും പോയിട്ടില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾക്ക് മേൽനോട്ടത്തിനാണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അത് വ്യക്തമാണല്ലോ. ഈ സീറ്റുകളിലെല്ലാം സ്ഥാനാർത്ഥികളെ പാർട്ടി നിശ്ചയിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രചരണം, അതിൻ്റെ സംഘടനാ പ്രവർത്തനം, അതിൻ്റെ അടവുപരമായിട്ടുള്ള പ്രസംഗ ശൈലിയിൽ ഇതൊക്കെ ചർച്ച ചെയ്ത് കൊടുക്കുന്നതാണ് ജോലി. ഇപ്പോൾ 9-8 സീറ്റല്ലേ. ആലപ്പുഴ ജില്ലയിലെ പാർലമെൻ്ററി ഇലക്ഷൻ്റെ വിജയത്തിൻ്റെ ക്രോണോളജി നോക്കിയാൽ തന്നെ 2006 മുതലാണ് ആ വളർച്ച ഉണ്ടായിരിക്കുന്നത്. ആദ്യകാലത്തൊക്കെ വലിയ വളർച്ച ഉണ്ടായി. പാർട്ടി ഒന്നായിരുന്നപ്പോൾ തന്നെ 57 ഗവൺമെൻറ്റിലേക്ക് ഏറ്റവും കൂടുതൽ MLA മാരെ സംഭാവന ചെയ്ത ജില്ലകളിലൊന്നാണ് ആലപ്പുഴ. 57 ലക്ഷത്തിൽ തന്നെ. പിന്നെ 67-ലും പിന്നെ 80-ൽ പിന്നെ 86 91-ലെല്ലാം തന്നെ ഭൂരിപക്ഷം ആലപ്പുഴ ജില്ലയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. 91-2000 ഭൂരിപക്ഷം കിട്ടിയില്ല. 82-87 കിട്ടിയില്ല. UDF ജയിച്ചു. ആ രണ്ട് തവണ. ബാക്കിയൊക്കെ LDF തന്നെ ജയിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെ LDFന് മുൻതൂക്കമുള്ള ഒരു ജില്ലയായി ആലപ്പുഴ മാറിയിട്ടുണ്ട്. അമ്പലപ്പുഴയാണെങ്കിൽ ജയിക്കുകയും തോക്കുകയും ചെയ്തിട്ടുണ്ട്. VS മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് 2 തവണ. അദ്ദേഹം ഒരിക്കൽ തോറ്റു അടിയുന്ന അവസ്ഥ കഴിഞ്ഞാൽ ഈ അവസ്ഥ ജില്ലയിലെ എല്ലാ MLA എല്ലാ സ്ഥാനാർത്ഥികളും തോറ്റല്ലോ. പിന്നെ അദ്ദേഹം പാലക്കാട്ട് പോയി മത്സരിച്ചു. ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായതിന് പിന്നിൽ സ്റ്റേറ്റ് ലീഡർഷിപ്പിൻ്റെ ഒരു ഇടപെടലുണ്ട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടലുള്ളതായി തോന്നുന്നുണ്ടോ? അത് മുഖ്യമന്ത്രിയുടെ കൂടെ അഭിപ്രായം തേടിയാണ് തീരുമാനിച്ചതെന്നാണ് നാസർ പറഞ്ഞതിൻ്റെ സൂചന. എന്നോട് പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ ഈ തരത്തിൽ ഇപ്പോൾ ആലപ്പുഴ ജില്ല ഒരു കുറച്ച് LDF 9-8 സീറ്റാണല്ലോ ഇപ്പോൾ കിട്ടിയേക്കുന്നത്. ഞാൻ വയസ്സൊക്കെ മിനിസ്റ്ററാവുന്ന 2006-2011 11 സീറ്റുണ്ടെന്ന്. 11-ൽ 5 ഉള്ളൂ. അതാണ് ഇപ്പോൾ 9-ൽ
2 സീറ്റ് കുറഞ്ഞു. പിന്നെ 9-ൽ 8 മാറി. കഴിഞ്ഞ 16-ൽ 9-ൽ 8, 21-ൽ 9-ൽ 8. അതിന് മുമ്പ് 9-ൽ 7, അതിന് മുമ്പ് 11-ൽ 5 ഉള്ളായിരുന്നു. അങ്ങനെ വളർന്ന് 1 സീറ്റ്. രമേശ് ചെന്നിത്തലയുടെ 1 സീറ്റ് മാത്രം തുടർച്ചയായിട്ടല്ല, കഴിഞ്ഞ 2 തവണയായിട്ട് അദ്ദേഹം ജയിച്ചു വരികയാണ്. അതിന് മുമ്പ് ദേവകുമാർ ജയിച്ചിട്ടുണ്ട്, താമരാക്ഷൻ ജയിച്ചിട്ടുണ്ട് അവിടെ. ഇപ്പോൾ കഴിഞ്ഞ 2 തവണയായിട്ട് തുടർച്ചയായിട്ട് അവിടെ രമേശ് ചെന്നിത്തലയാണ് ജയിച്ചു വരുന്നത്. ബാക്കി വെച്ച എല്ലാ സീറ്റും നമ്മുടെയാണ്. അപ്പം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതല്ലേ പ്രധാനം. ജയിക്കുന്നവർ സ്ഥാനാർത്ഥിയാവണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ജനങ്ങളുടെ മനസ്സും പൾസും ഒക്കെ മനസ്സിലാക്കി ഗവൺമെൻറ് ചെയ്ത നല്ല കാര്യങ്ങൾ, കഴിഞ്ഞ 10 വർഷമായിട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും, ഒരുപാട് കാര്യം പറയാറുണ്ട്. ആലപ്പുഴയുടെ മുഖച്ഛായ തന്നെ മാറിപ്പോയത്. വലിയ മാറ്റമല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു മാറ്റത്തെക്കുറിച്ച് പറയുമ്പോഴും കഴിഞ്ഞ ഒരു 5 വർഷത്തെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ BJPക്ക് വലിയ മുന്നേറ്റം ജില്ലയിലുണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് മുന്നിൽ നിന്ന് നയിക്കുന്നവരുടെ മണ്ഡലങ്ങൾ, ഇപ്പോൾ സൈച്ചറിയാനെ പോലുള്ള മണ്ഡലങ്ങൾ, അവരുടെയൊക്കെ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ ചെങ്ങന്നൂരൊക്കെ നോക്കുകയാണെങ്കിൽ ചെങ്ങന്നൂർ ഇപ്പോൾ 9-ൽ 5 പഞ്ചായത്തുകൾ BJP ഭരിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഇടതുപക്ഷ പഞ്ചായത്തുകളാണ് പോയിരിക്കുന്നത്. അങ്ങനെ പ്രാദേശികമായി വലിയ രീതിയിൽ BJPക്ക് ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ടല്ലോ. അത് CPM-നെ തന്നെയാണ് ക്ഷീണിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ 9 പഞ്ചായത്താണോ 12 പഞ്ചായത്താണോ സംശയമുണ്ട്. കാരണം അവിടെ മുളക്കര, ആല, പിന്നെ തിരുവൻപണ്ടൂർ, പാണ്ടനാട്, മാന്നാർ, വെൺമണി, ചെന്നിത്തല, മാന്നാർ ഞാൻ പറഞ്ഞു, ഇനിയുണ്ട്. അങ്ങനെ ഇപ്പം തന്നെ 7 ഒരു മുനിസിപ്പാലിറ്റി. എന്തായാലും അവിടെ 5 പഞ്ചായത്ത് ഇപ്പോൾ BJP അധികാരത്തിൽ വന്നിട്ടുണ്ട്. അത് ശരിയാണ്. നമുക്കവിടെ ഉണ്ടായിരുന്ന 2 ചുരുങ്ങി പഞ്ചായത്തുകൾ. അത് ശരിയാണ്. പല സ്ഥലത്തും അവർക്ക് കുറച്ച് വോട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ കായംകുളത്ത് പാർലമെൻറ്റ് ഇലക്ഷനിൽ അവർ 1ാമത് വന്നല്ലേ, 38,000 വോട്ട് കിട്ടി 1ാമത് വന്നു. പക്ഷേ അസംബ്ലിയിൽ ജയിക്കാൻ ആ വോട്ടൊന്നും പോരാ. അവിടെ ആ വോട്ടുകൊണ്ടൊന്നും അവിടെ ജയിക്കത്തില്ല. അപ്പോൾ അങ്ങനെ പൊതുവെ കേരളത്തിലൊട്ടാകെ വന്നല്ലോ, ഇവിടെ മാത്രമല്ലല്ലോ. ഒരു കാലത്ത് ജനസംഘമായിരുന്നപ്പോൾ 2% വോട്ടേ ഉള്ളായിരുന്നു. അത് വന്ന് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ആലപ്പുഴ ജില്ലയിൽ 21% BJPയുടെ വോട്ട്. അതിനു മുമ്പ് തന്നെ ഏതാണ്ടൊരു 30% വോട്ടായി ചെങ്ങന്നൂർ ശ്രീധരൻപിള്ള മത്സരിക്കുമ്പോൾ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ 42,000 വോട്ടും 30% വോട്ട് പെർസെൻറ്റേജും വന്നു. കാരണം അതിനൊരു കാരണമുണ്ട്. നമ്മളത് അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. അവർ ദേശീയ തലത്തിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്നൊരു ആകർഷകത്വം അവർക്ക് രാജ്യത്തുണ്ട്. ആകർഷകത്വം ഉണ്ടെങ്കിൽ ഇപ്പോഴും കേരളത്തിൽ ആകർഷണ വലയത്തിലേക്ക് ജനങ്ങളിൽ മഹാഭൂരിപക്ഷം വീണിട്ടില്ല. ഇവിടെയാണ് ഇപ്പോൾ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ആ ഒരു ദേശീയ തലത്തിലുള്ള വോട്ടിൻ്റെ രീതി ഇവിടെ വന്നിട്ടില്ല. ഇപ്പോഴത്തെ CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ സാന്നിധ്യം കൊണ്ടും വർഗീയതയ്ക്കെതിരായി നടത്തുന്ന ശക്തമായ പ്രചരണം കൊണ്ടുമാണ്. ആ പ്രചരണത്തിനൊരു തരത്തിലുള്ള കോട്ടം ഉണ്ടായിക്കൂടാ. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി UDF, BJP മുന്നണി എല്ലാവരെയും പരാജയപ്പെടുത്തക്ക തരത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തി, വിജയസാധ്യതയുള്ളവരെ കണ്ടെത്തി നിർത്തുക എന്നുള്ളത് തന്നെയാണ് പണ്ട് ചെയ്തിട്ടുള്ളത്. പാർട്ടി ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറേ നാളിന് ശേഷമാണ് മുഖ്യമന്ത്രി കാണാനായി സുഖമില്ലാതിരിക്കുമ്പോൾ കാണാതെ തന്നെ നേരിട്ട് ഇവിടെ വീട്ടിലെത്തി. ഒരുപക്ഷെ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും നിങ്ങൾ 2 പേരും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുന്നത് അല്ലേ? അല്ല, അത് ശരിയാണ്. എനിക്ക് അസുഖമായെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം വന്നതാണ്. മുമ്പ് എൻ്റെ അമ്മ മരിച്ചുപോയി. ഇപ്പോൾ 17 മരിച്ചുപോയി. അമ്മ സുഖമില്ല. ഇതേ മാന്നാർ പരിമല ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ്. 10 ദിവസം കിടന്നു. അമ്മ മരിച്ചു, 83-ാമത്തെ വയസ്സ്. അന്ന് അവിടെ പിണറായി അമ്മയെ കാണാൻ വന്നു. ചെങ്ങന്നൂരൊരു പരിപാടി കഴിഞ്ഞ് അദ്ദേഹം അവിടെ കയറി കണ്ടിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം വന്നതാണ്. കാരണം അതിൽ അസ്വാഭാവികത. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചതല്ലേ. പാർട്ടിയിലൊരു 10-30 വർഷക്കാലമല്ലേ അദ്ദേഹത്തിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളിവിടെ പ്രവർത്തിച്ചത്. മിനിസ്ട്രിയിൽ അദ്ദേഹത്തോടൊപ്പം 5 വർഷം പ്രവർത്തിച്ചില്ല. VSൻ്റെ കീഴിൽ പ്രവർത്തിക്കുമ്പോഴും എല്ലാം പിണറായിട്ട് ആലോചിച്ചല്ലേ ഞങ്ങൾ ചെയ്യുന്നത്.
അപ്പോൾ ഏറ്റവും ദീർഘമായിട്ടുള്ള ഒരു പാർട്ടി ബന്ധവും ഗവൺമെൻറ്റിലിരുന്ന 5 വർഷത്തെ ബന്ധമൊക്കെ ഉണ്ട് അദ്ദേഹമായിട്ട്. ഒരു വളരെ വിശ്വസ്തമായ തരത്തിലുള്ളൊരു ബന്ധമാണ് ഉണ്ടായിരുന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെ. പക്ഷേ ഞാൻ ഈ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഞാൻ ഈ മാനദണ്ഡപ്രകാരം ചെറിയൊരു പ്രദേശത്തേക്ക്, ചുരുങ്ങിയൊരു പ്രദേശത്തേക്ക് മാറിയതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ കൂടുതലായിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തെ ഒന്ന് കാണണമെന്നൊരാഗ്രഹം, എന്തോ സംസാരിക്കാൻ വേണ്ടി എന്നോട് ഒരാൾ വഴി ഒന്ന് പറഞ്ഞങ്ങനെ. എനിക്കന്ന് പോകാൻ പറ്റിയില്ല, എനിക്ക് പോകാൻ പറ്റുന്ന അന്തരീക്ഷമല്ല. ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാമെന്ന് പറയുകയും ചെയ്തു. അപ്പോഴാണ് സുഖമില്ലായിരുന്നു അദ്ദേഹം ഇവിടെ വന്നത്. അത്രയേ ഉള്ളൂ, അതിനകത്ത് വേറെ ഒന്നുമില്ല. ഒരു വളരെ 40-42 വർഷം സ്റ്റേറ്റ് കമ്മിറ്റി ഇരുന്ന ഒരു സഖാവ് സുഖമില്ലായിരിക്കും വന്ന് കാണുക എന്നുള്ളത് ഉണ്ടായപ്പെട്ട ഒരാളിൻ്റെ ഒരു ചെയ്യേണ്ടതാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ള അദ്ദേഹം വന്ന് കണ്ടു. സന്തോഷം. പാർട്ടി ജനറൽ സെക്രട്ടറി അടക്കം ഇവിടെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു, കാണാനായി വരുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ നിലവിലത്തെ ഒരു സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവന, അതായത് കാസർഗോഡ് മുതൽ അങ്ങോട്ടുള്ള ആളുകളുടെ, മലപ്പുറവും കാസർഗോഡും ഒക്കെ വിജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ മനസ്സിലാകും വർഗീയത അല്ലെങ്കിൽ അതിൻ്റെ മതപരമായ ഇടപെടൽ എന്താണ് എന്ന് മനസ്സിലാകുമെന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുന്നു. പിന്നീട് അത് ഇന്നിപ്പോൾ അതിന് നിരുപാധികം തിരുത്തി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ ഇത് അപക്വമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ? സജി ചെറിയാനത് അദ്ദേഹത്തെ ആവുന്ന പോലെ തിരുത്തി പറഞ്ഞത് നന്നായി. മറ്റു കാര്യങ്ങളൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. അതേപ്പറ്റി കൂടുതലായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സജി ചെറിയാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്കറിയാം. എസ്.എഫ്.ഐയിലുണ്ടായിരുന്നു, DYF-ലുണ്ടായിരുന്നു, പിന്നെ ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹം. പിന്നെ പാർട്ടിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒരു കുറച്ചു കാലം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പിന്നെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ഇപ്പോൾ അവരെടുത്തിട്ടുണ്ടല്ലോ, പിന്നെ മിനിസ്റ്ററുമാണ്. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യകാലം, ദീർഘമായ കാലം അറിയാം. എല്ലായ്പ്പോഴും സജി ചെറിയാൻ ആ ചെങ്ങന്നൂർ പോലുള്ള ഒരു മധ്യതിരുവിതാംകൂറിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ കൂടുതൽ മുൻതൂക്കം വലതുപക്ഷത്തിനുള്ള ഒരു പ്രദേശമാണത്. ഇന്നും അങ്ങനെ തന്നെയാണ്. അവിടെ ഇലക്ഷൻ നമ്മൾ ജയിച്ചാലും അവിടെ ആശയപരമായ മുൻതൂക്കം വലതുപക്ഷത്തിലാണ് ആ പ്രദേശങ്ങളിലൊക്കെ. നമ്മൾ ജയിച്ചു വരുന്നത് നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനവും സ്ഥാനാർത്ഥികളുടെ പ്രത്യേകതയിലെ കൊണ്ടാണ്. എപ്പോഴും സജി ചെറിയാനെ, സജിച്ചേട്ടൻ്റെ മാത്രമല്ല, നാസറായാലും ആരായാലും ഇവരെല്ലാം തന്നെ ഇന്നത്തെ ലീഡേഴ്സ് മൊത്തം എല്ലാ തരത്തിലും അവരെ അവരോടൊപ്പം നിന്ന് സഹായിച്ച്, അവരെ എൻ്റെ ജൂനിയേഴ്സായിരുന്ന കാലത്ത് അവരുടെ പാർട്ടി ഫ്രാക്ചറുകളിലും കമ്മിറ്റികളിലൊക്കെ പങ്കെടുത്ത് ഇവരെല്ലാം പാർട്ടിയുടെ ശരിയായ രീതികളിൽ ഞങ്ങളെല്ലാം ഉയർന്നു വരുന്നതിന് നേതൃത്വപരമായി പങ്ക് ഞാൻ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ സജി ചെറിയാനെ പറ്റി എനിക്ക് വേറൊന്നും പറയാനില്ല. അദ്ദേഹം എല്ലാ കാര്യങ്ങളും അദ്ദേഹം ശ്രദ്ധിച്ച് ചെയ്യണമെന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും പറയാം. അദ്ദേഹം അത് അംഗീകരിച്ചല്ലോ, അത് കണ്ടല്ലോ, അദ്ദേഹം അതിന് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതേപ്പറ്റി കൂടുതലായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതേ പ്രസ്താവനകൾ തന്നെയാണ് AK ബാലനെ പോലെയുള്ള മുതിർന്ന നേതാക്കളിൽ നിന്നും വരുന്നത്. AK ബാലനെ പറ്റി ഒന്നും പറയാൻ ഞാനാണല്ല. അദ്ദേഹം എന്നോടൊപ്പം ഗവൺമെൻറ് ഇരുന്ന ആളാണ്. ഞാൻ എസ്.എഫ്.ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം എസ്.എഫ്.ഐയുടെ മലബാർ ഭാഗത്തെ പ്രവർത്തകനായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ക്യാബിനറ്റിലുണ്ടായിരുന്നു. അദ്ദേഹം സെൻട്രൽ കമ്മിറ്റി മെമ്പറായിരുന്നു. ഞാൻ മുകളിലോട്ട് പോയില്ല. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിനുണ്ട്. സെക്രട്ടേറിയറ്റ് തന്നെ എനിക്ക് ഒന്നിലേറെ തവണ സ്റ്റേറ്റ് സെക്രട്ടറി ഇരിക്കാൻ നിർദ്ദേശം വന്നെങ്കിൽ ഞാൻ സ്നേഹപൂർവ്വം നിരസിക്കാനുണ്ടായിരുന്നു. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അങ്ങനെയുള്ള ബാലിനെ പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കായംകുളമടക്കമുള്ള മണ്ഡലങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ്റെയൊക്കെ പേര് വളരെ സജീവമായി കേൾക്കുന്നു. BJP ഇത്തവണ ഒരു വ്യക്തമായ റിസൾട്ട് അവർക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നൊക്കെ പറയുന്നു. ദീർഘകാല രാഷ്ട്രീയ പരിചയം വെച്ചിട്ട് സാറിന് എന്താണ് തോന്നുന്നത്? അല്ല, BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കേരളത്തിൽ ഇപ്പോൾ 15% ഉണ്ടെന്നാണ് പറയുന്നത് ടോട്ടൽ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ. ചിലയിടത്തൊക്കെ അത് 40-30 ഒക്കെ ചില മണ്ഡലങ്ങളുണ്ട്. ആവറേജ് വരുമ്പോൾ 15 തോന്നുന്നു. അവർക്ക് പണ്ട് 2% ഉള്ളായിരുന്നു ജനസംഘമായിരിക്കുമ്പോൾ. പിന്നെ 9, 10, 12, ഇപ്പോൾ 15 എന്ന് പറയുന്നു. അതങ്ങനെ അവർ ഒരു പരിധിയിൽ അവർ കുറച്ച് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എതിരാളിയുടെ ശക്തി അറിഞ്ഞു മാത്രമേ നമ്മൾ പ്രവർത്തിക്കുക. അറിയാതെ അവരൊന്നുമില്ല, നിസ്സാരമാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്വയം പോയി കുഴിച്ചാണ്. എതിരാളിയുടെ ശക്തി അറിഞ്ഞുകൊണ്ട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്
ശരിയായ യുദ്ധതന്ത്രം, അല്ലാതെ നിങ്ങൾ പിടിച്ചു പറയാൻ. പിന്നെ നമ്മൾ ദേശീയ തലത്തിൽ ഗവൺമെൻറ് ഇരിക്കുകയല്ലേ, അതിൻ്റെ ഒരു 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 എന്താ ഒരു ഇതുണ്ടല്ലോ, അധികാരം കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിയോട് ചേർന്ന് നിന്നാൽ ഉണ്ടാകുന്ന ചില ബെനിഫിറ്റുകളെ പറ്റി ചിന്തിക്കുന്ന ചില വിഭാഗങ്ങളാണ്, അവരൊക്കെ അവിടെ പോകുന്നുണ്ടാവും. ഇതെല്ലാം ഉണ്ടായിട്ടൊന്നും CPIM അവിടെ ഏറ്റവും വലിയ ശക്തിയായിട്ട് നിൽക്കുകയല്ലേ ഇന്ത്യ, കേരളത്തിൽ. ആ CPM-ൻ്റെ വർഗ രാഷ്ട്രീയവും ശരിയായ അടവ് നയവും ത്യാഗപൂർവ്വം പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് കേഡർമാരുടെ പ്രയത്നവും കൊണ്ടാണ് നമ്മുടെ പാർട്ടിയുടെ ശരിയായ നയവും അടവ് നയവും പരിപാടി. അപ്പോൾ അതുകൊണ്ട് BJP-യെ കേരളത്തിൽ തടഞ്ഞു നിർത്താൻ CPM-ന് മാത്രമേ കഴിയൂ. ആ വിശ്വാസം ജനങ്ങൾ വീണ്ടും അർപ്പിക്കും എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. എല്ലാവരും അതനുസരിച്ച് പ്രവർത്തിക്കണം. നമ്മുടെ സാധ്യതകൾ നമ്മളായിട്ട് കളയരുത്. കഴിഞ്ഞ മിനിസ്ട്രിയിലുള്ള പലരുടെയും പേരുകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കേൾക്കുന്നുണ്ട്. തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ കേൾക്കുന്നു. സുരേഷ് കുറുപ്പ് ഉൾപ്പെടെയുള്ളവരുടെ പാർലമെൻറ്റ് രംഗത്തുണ്ടായിരുന്ന ആളുകളുടെ പേരുകൾ വീണ്ടും കേൾക്കുന്നു. ഇവരൊക്കെ ടൈം വ്യവസ്ഥയിൽ മാറ്റി നിർത്തപ്പെട്ടവരുമൊക്കെയാണ്. അതുപോലെ ഞാൻ കേൾക്കുന്നുണ്ട്. അത് മാധ്യമങ്ങളുള്ളതല്ലാതെ എനിക്കതേപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. ഐസക്കിനോട് ചോദിച്ചാൽ അയാൾ സ്റ്റേറ്റ് സെക്രട്ടറിയിലുണ്ടല്ലോ. ഈ ടൈം വ്യവസ്ഥ എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഈ പ്രായപരിധി എന്നുള്ളതിന് അപ്പുറത്തേക്ക് ജയസാധ്യത, ജനകീയത എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? അത് ജയസാധ്യത നോക്കിയിട്ടാണ് മുമ്പ് സ്ഥാനാർത്ഥികളെ നടത്തുന്നത്. മിക്കവാറും 99% അങ്ങനെ. അതിന് അപൂർവം അല്ലാതെ വന്ന് തോറ്റുപോയിട്ടുണ്ട്. എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കും. തോക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥി ആരെങ്കിലും നിർത്തുമോ? എനിക്ക് ഇഷ്ടക്കാരനാണ്, അതുകൊണ്ട് ഞാൻ ഇന്നാലെ നിർത്തിക്കളയാം എന്ന് ഒരാൾ ശുപാർശ ചെയ്താൽ പാർട്ടിക്ക് പരാജയം സംഭവിച്ചാൽ അയാൾ ആ പരാജയം ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? ആയില്ല. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അല്ലെങ്കിൽ ഈ കേരളത്തിലാകെ നോക്കുമ്പോൾ CPM-ന് കിട്ടുന്ന എത്ര 100 സീറ്റോ വട്ടവർ ടീസ്, ആ സീറ്റുകൾ മുഴുവൻ 100 സീറ്റ് എല്ലാവരും കൂടുതൽ ഞങ്ങൾക്ക് മത്സരിക്കേണ്ടി വരും. അതിലേറ്റവും യോഗ്യരായ സഖാക്കളെ അതാത് മണ്ഡലങ്ങളിൽ നിന്നോ അല്ല അടുത്ത മണ്ഡലത്തിൽ നിന്നോ അല്ല കേരളത്തിൽ എവിടെ നിന്നോ ആരാണോ ആ മണ്ഡലത്തിൽ സ്വീകാര്യരാകുന്നത് ജയിച്ചു വരാൻ സാധ്യത, അത് കണ്ടുപിടിക്കാനുള്ള മെക്കാനിസമൊക്കെ പാർട്ടിക്കുണ്ടല്ലോ. ആ മെക്കാനിസം അനുസരിച്ച് തന്നെ ആയിരിക്കും മൂന്നാം തവണയും അധികാരത്തിൽ വരണം. അതിനുള്ള സാധ്യതയുണ്ട്. അത് പ്രയോജനപ്പെടുത്തണമെന്ന് പാർട്ടി ആലോചിക്കുമ്പോൾ ഈ സാധ്യതയ്ക്ക് വലിയ മുൻഗണന ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ ലക്ഷ്യം നേടത്തില്ലല്ലോ. അത് അവർക്കറിയാവുന്ന എൻ്റെ വിശ്വാസം. ഒരാൾക്ക് വേണ്ടിയുള്ളതല്ല, മൊത്തത്തിലുള്ള കാര്യം ഞാൻ പറയുന്നത്. സിറ്റിംഗ് MLA-മാർ കടന്നു വരുന്നു, പുതുതായി പലരും പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നു. അവരുടെ പ്രവർത്തനത്തിൽ പാളിച്ച ഉണ്ടെങ്കിൽ ഈ സിറ്റിംഗ് MLA-മാർ എന്നുള്ള ഒറ്റ പേരിൽ അവർ തുടരേണ്ടതുണ്ടോ? അങ്ങനൊന്നുമില്ല. സിറ്റിംഗ് MLA തുടരണമെന്നൊന്നും ഒരു ചട്ടം ഒരിടത്തുമില്ല. അങ്ങനെ ഉണ്ടായിട്ടുമില്ല. എത്രയോ സിറ്റിംഗ് MLA-മാർ മാറിയിരിക്കുന്നു. പലതവണ മത്സരിച്ചവരെ വീണ്ടും വീണ്ടും മത്സരിപ്പിച്ച് ജയിച്ച് കൊണ്ടുപോയിട്ടുണ്ടല്ലോ. ജയസാധ്യതയും ക്രെഡിബിലിറ്റിയൊക്കെയാണ് പ്രധാനം. അതുകൊണ്ട് ഒരാളെ മാറ്റി നിർത്തിയാൽ എങ്ങനെ? ഞങ്ങളെ മാറ്റി നിർത്തിയില്ലേ കഴിഞ്ഞ തവണ? നല്ലൊരു ഭരണം കാഴ്ചവെച്ച ശേഷമല്ല ഞങ്ങളെ മാറ്റി നിർത്തിയത്. ഞങ്ങൾക്ക് വല്ല പ്രതിഷേധം ഉണ്ടായോ? ഞാനും കൈപൊക്കെ അംഗീകരിച്ചതല്ലേ. എന്താ ബുദ്ധിമുട്ട്? മാധ്യമങ്ങൾ പറഞ്ഞു പരത്തുന്നതല്ലല്ലോ യഥാർത്ഥത്തിൽ എന്നെ പോലുള്ളവരുടെ സ്വഭാവം. ഇത് തെളിയിച്ചിട്ടുള്ളൊരു കാര്യം. അത് പേരുടെയും ശുപാർശ വേണ്ട. 63 വർഷത്തെ പാർട്ടി പ്രവർത്തനത്തിലൂടെ അത് തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. ജി സുധാകരൻ്റെ ഇന്നിങ്സ് എന്താണ്? ഇതാണ്. ആരെന്ത് പറഞ്ഞാലും ജനം വിശ്വസിക്കത്തില്ല. അതാ പറഞ്ഞത്, ജി സുധാകരൻ BJP-യിലോട്ട് പോക്കും, നിങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് പോക്കുമെന്ന് മതി. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടില്ലേ പലരും. ആരും അത് അന്വേഷിച്ചില്ലെങ്കിൽ ചെറിയ കാര്യമല്ലല്ലോ അത്. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ BJP-യിലും കോൺഗ്രസ്സിലൊക്കെ പോയി പാർട്ടിയെ കുളത്തിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ അങ്ങനെ പോസ്റ്റ് എടുത്തുള്ളൂ. അല്ലേ? എല്ലാവരും നിൽക്കട്ടെന്നല്ലേ പറയത്തുള്ളൂ, അല്ലേ? അതല്ലേ നമുക്ക് ആവശ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംസ്കാരം കൂടി കേരള രാഷ്ട്രീയത്തിൽ ഉദിച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ കറുത്ത രശ്മികൾ നമ്മുടെ പാർട്ടിക്കകത്ത് വീഴാതെ സൂക്ഷിക്കേണ്ട എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ ജനകീയതയുള്ള ആളുകളെ മാറ്റി ഒരു ടേം മാറ്റി നിർത്തുന്നു. അതിനുശേഷം മറ്റു കുറേ ആളുകൾ പുതുതായി മത്സര രംഗത്തേക്ക് വരുന്നു. പിന്നീട് ഈ ജനകീയ മുഖങ്ങൾ തിരിച്ചു വന്നാൽ അവർക്ക് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭയം, അതായത് പാർട്ടിക്കപ്പുറത്തേക്കൊരു ഭയം അവരെ ഭരിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു സമ്പ്രദായമൊന്നും പാർട്ടിക്കകത്തില്ല. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പാർട്ടി എന്ന് തീരുമാനിച്ചോ? ഇപ്പം ഞാൻ സ്ഥാനാർത്ഥിയാവുന്ന പാർട്ടി തീരുമാനിച്ചിട്ടല്ലേ. ഞാനന്ന് പുതുമുഖമല്ലേ. PK ചന്ദ്രാനന്ദനെ MLA ആയി ഒന്ന് ജയിച്ചു, പിന്നെ തോറ്റു. പക്ഷെ ഭയത്തിന്റെ പേരിൽ തേജോവധം ചെയ്യുന്നത് ശരിയാണോ? അല്ല, അദ്ദേഹം പിന്നെ തോറ്റു അമ്പലപ്പുഴ. അപ്പോൾ അദ്ദേഹം തോറ്റു കഴിഞ്ഞ് പിന്നെ കുറേ വർഷം കഴിഞ്ഞാണ് ഞാൻ ഇവിടെ വന്ന് സ്ഥാനാർത്ഥിയാവുന്നത്. 96-ലാണ്. അപ്പോൾ ഞങ്ങൾക്കാർക്കും ഒന്നും തോന്നുന്നില്ല. ഞങ്ങളെല്ലാം
താരതമ്യേന 35-36 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യം MLA. അപ്പോഴേ ആയുള്ളൂ. 20 അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേ ആയി ഏറ്റവും പ്രായം കുറഞ്ഞ MLA, ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി, ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, ഇങ്ങനെയൊക്കെ വിസ്തരിക്കുന്ന ഈ പത്രപ്രതിനിധികൾ. അതിനൊന്നും ഒരു ആവശ്യമില്ല. പ്രായമൊന്നും ഘടകം. എഴുന്നേറ്റ് കണക്കാവും, നന്നായിട്ട് സംസാരിക്കുന്ന ഓർമ്മയുണ്ട്. പാർട്ടിക്കാര്യം പറയാനറിയാം, ജനവിശ്വാസമുണ്ടെങ്കിൽ. ചെറുപ്പമായാലും പ്രായമായാലും പാർട്ടി പരിഗണിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമേ ഇല്ല. അതൊരു വിവാദ വിഷയമല്ല. അതുകൊണ്ട് ആർക്കെങ്കിലും മനപ്രയാസം ഉണ്ടാവേണ്ട ഒന്നുമില്ല. ഈ ആര്യ രാജേന്ദ്രനെ പോലെയുള്ള ചെറുപ്പക്കാരെ പരിഗണിക്കുമ്പോൾ അവർ പല കാര്യങ്ങളിലും അവക്കുമായി പെരുമാറുന്നതായി തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ഒരു KSRTC ബസ് ഡ്രൈവറെ വഴിയിൽ തടഞ്ഞു നിർത്തി അവരോട് അധികാരത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുക, കേസിന് ആസ്പദമായ തെളിവുകളില്ല എന്ന് പറയുക, ഇതൊക്കെ ജനം നോക്കിക്കാണുകയല്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ? ഇതേപ്പറ്റിയൊന്നും ഞാൻ ആലപ്പുഴ ഇരുന്ന് പറയേണ്ട കാര്യം, ട്രിവാൻഡ്രത്ത് നടന്ന കാര്യമാണ്. ഞാനതേപ്പറ്റി ഒന്നും തന്നെ പറയേണ്ട കാര്യമില്ല. അതെല്ലാം പാർട്ടി ഡീൽ ചെയ്ത് കഴിഞ്ഞല്ലോ. അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് കാലം ലക്ഷ്യം വെച്ചാണെങ്കിലും അദ്ദേഹം പുതിയൊരു ചുമതലയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള വിവരം ജില്ലാ സെക്രട്ടറി തന്നെ അദ്ദേഹത്തെ നേരിട്ട് അറിയിച്ചു എന്ന് പറയുന്നു. എന്തായാലും കാലുമായി ബന്ധപ്പെട്ടുള്ള വിശ്രമത്തിലാണ്. എൻ്റെ പ്ലാസ്റ്റർ എടുത്തെങ്കിലും വിശ്രമം തുടരുകയാണ്. 3 ആഴ്ചക്കാലം കൂടി ആ വിശ്രമ രംഗത്തുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം സജീവമായി തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിന്ന് നയിക്കുന്ന നേതാക്കന്മാരിൽ ഒരാളായി G. സുധാകരനും ആലപ്പുഴയിലേക്ക് എത്തുമെന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ആശയപരമായി പിന്നോട്ട് പോയ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും അദ്ദേഹം സ്വീകരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ മനോജിനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.